റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം സർപ്രൈസ് സ്ഥാനാർത്ഥി വരും. രാഹുലിനൂടെ സീറ്റ് കൊടുക്കുന്നില്ല, വേറൊരാള് ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നൊക്കെ പറയുന്നത്. എങ്ങനായാലും രാഹുൽ സ്വതന്ത്രനായിട്ട് ഇന്ന് പുല്ലുപോലും ജയിക്കുന്ന ഉറപ്പുള്ളവർ ഇവിടെ ലൈക്ക് ഇട് ധൈര്യമായിട്ടിട്. രാഹുൽ ജയിക്കുന്നുള്ള ഉറപ്പുള്ളവർ ലൈക്ക് ഇട്, തോറ്റു പോകുന്ന ഉറപ്പുള്ളവർ കമന്റ് ഇട്. ഇനി പാലക്കാട് ഇലക്ഷന് നിൽക്കാൻ പോകുന്നത് നമ്മുടെ റിനി ചേച്ചിയാണോ? അതാണ് ട്വിസ്റ്റ്. ഒരു ലേഡി വരാൻ എനിക്കൊന്ന് റിനി ആയിരിക്കും. റിനി ആവാൻ ചാൻസ്. അപ്പൊ റിനി ആയാലോ? രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ രാഹുലിന്റെ ഒരു ബഹളം തന്നെ ആയിരുന്നു. ഇപ്പൊ അതൊന്നും കാണാനില്ല. എല്ലാവരും എന്താ പറയണ്ടേ, പത്തിയൊക്കെ മടക്കി അങ്ങ് പോയോ എന്നാൽ ആരും പോയിട്ടില്ല. സത്യം പറയാൻ ആരും പോയിട്ടില്ല. കാരണം ഇനി ഒരു 3 മാസം കഴിയുമ്പോൾ, ഇനിയിപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ ഈ ഒരു കേസ് കേട്ട് പിന്നെയും കുത്തിപ്പോകും. പുതിയ പെൺപിള്ളേരായിരിക്കും വരാൻ പോകുന്നത്. അതിനുള്ള എല്ലാ പരിപാടിയും ഇടതുപക്ഷം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സുകാരും കാണുമെന്നാണ് കൂടുതലും സംശയം. കോൺഗ്രസ്സുകാർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കാരണം ഇന്നലെ കയറി വന്നവരൊക്കെ കയറി ഇപ്പൊ അങ്ങ് ഹൈ ലെവലിലോട്ട് പോയപ്പോഴത്തേക്ക് അടിച്ച് അങ്ങ് താഴെ ഇടാം എന്ന് കരുതുന്ന കുറെ ആൾക്കാരുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. അത് സംബന്ധമായിട്ടുള്ള പിന്നെ ജനങ്ങൾ പറയുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട്. പിന്നെ അൻവർ കുട്ടൻ കോൺഗ്രസിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് കണ്ടറിയാം. എന്തായാലും നമുക്ക് രാഹുലിന്റെ ഒരു ന്യൂസ് നോക്കാം. എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ് ചെയ്തേക്കുക, പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തേക്കുക. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം സർപ്രൈസ് സ്ഥാനാർത്ഥി വരും. ലൈംഗികാതിക്രമ പരാതികളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് തീരുമാനം. മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ ഇനിയും ആരോപണങ്ങൾ വരുമെന്ന്. ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി ആരാണ്? ആര് വന്നെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാൽ ദേവേന്ദ്രൻ വന്ന് നിന്നെന്ന് പറഞ്ഞാലും ഈ പറയുന്ന രാഹുലേ ജയിക്കത്തുള്ളൂ. രാഹുൽ സ്വതന്ത്രനായിട്ട് നിന്ന പുഷ്പം പോലെ അവിടെ ജയിച്ചു പോകും. അവിടെ ദേവൻ തമ്പുരാൻ വന്ന് നിന്നെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവരെന്ത് ചെയ്യും? ഷാഫി കൊണ്ട് നിർത്തുവോ? അതോ രാഹുൽ ഗാന്ധി വരും? ഇവിടെ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമ്പം കേരള കോൺഗ്രസിന്റെ അല്ലേ, നമ്മളൊരു കോൺഗ്രസ്സുകാരനൊക്കെ തന്നെയാണ്. പക്ഷേ ഈ രാഹുലിനെ മാറ്റിയതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഏതൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വിളിച്ച് പറയുകയും ചെയ്ത് ഇപ്പം അത് ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാർ. തെളിവുണ്ടോ? അതില്ല. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നെങ്കിൽ അവരുടെ പാർട്ടിക്കാരെ അവർ സപ്പോർട്ട് ചെയ്താനെ. എന്തിന് ആടിനെ പട്ടിയാക്കാന്ന് പറയത്തില്ലേ? ആടിനെ പട്ടിയാക്കാനെ പട്ടി ആടാക്കിയാനെ. ഇതാണ് അവരുടെ രീതി. ഇപ്പൊ മുകേഷിനെ പോലുള്ളവന്മാരോ, മുകേഷിന് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലെന്നാണ് പറയുന്നത്. എന്നിട്ടോ LDFന്റെ ഇതും കൊടുത്ത് അരുവാൽ ചുറ്റിയും കൊടുത്തിട്ടാണ് കഴിഞ്ഞ ഇലക്ഷന് നിൽക്കുകയും ചെയ്തത്. അവരുടെ പാർട്ടിയൊക്കെ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ കോൺഗ്രസ്സുകാർ അത് പിന്നെ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം ശക്തമായിട്ട് എടുത്തു, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റിയെന്നും പറഞ്ഞിട്ട് കോൺഗ്രസ് ഇപ്പോൾ മാസ് BJP അതൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഇതേ പരിപാടി കമ്മ്യൂണിസ്റ്റുകാർ വല്ലതും ഉണ്ടെങ്കിൽ അവർ കണ്ണടയ്ക്കും. അവരവരുടെ പാർട്ടി പ്രൊട്ടക്ട് ചെയ്യാനേ നോക്കത്തുള്ളൂ. കോൺഗ്രസ് ഇവിടെ സത്യസന്ധവും കാര്യങ്ങളൊക്കെ കാണിക്കും. ഈ കാലത്ത് സത്യസന്ധതയ്ക്കൊന്നും ഒരു വിലയില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഒരു വിലയും ഇല്ല. കഴിഞ്ഞ വട്ടം ശബരിമലയിലെ വിഷയം വന്ന സമയത്ത് ഒരു സ്ത്രീയെ അവിടെ കയറ്റി കഴിഞ്ഞതിൻ്റെ ഒരു ഭയങ്കര പ്രതിഷേധം നടന്നതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പോഴാണ് കിറ്റ് വിതരണം നടത്തി. കിറ്റ് വിതരണത്തിൽ ജനങ്ങളൊക്കെ ജനങ്ങൾ വീണ് കഴിഞ്ഞപ്പോൾ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നു. അത് പോട്ടെ. ഈ വട്ടം എന്തോ പെൻഷൻ ഏതാണ്ട് കൂട്ടുകയൊക്കെ ചെയ്ത് എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ രാഹുലിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അവൻ സ്വതന്ത്രനായിട്ട് നിൽക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. സ്വതന്ത്രനായിട്ട് നിന്നാൽ അദ്ദേഹം പുല്ല് പോലെ ജയിക്കും. സ്വതന്ത്രനായിട്ട് നിന്നാലാ. അപ്പൊ നിങ്ങൾ എത്ര വലിയ സർപ്രൈസ് എന്താ പറയണ്ടേ, മാമനെയും മച്ചാനെയൊക്കെ കൊണ്ട് നിർത്തി എന്ന് പറഞ്ഞാലും അവിടെ വില പോകില്ല, രാഹുലേ ജയിക്കത്തുള്ളൂ എന്നതാണ് പാർട്ടിയുടെ നിലപാട്. മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കി വിവാദം മറികടക്കാനാണ് തീരുമാനം. വനിതാ സ്ഥാനാർത്ഥിയെ പാലക്കാട് ഇറക്കണമെന്നും അഭിപ്രായമുണ്ട്. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ആരാകും എന്നിപ്പോൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്തെങ്കിലും സൂചനകളുണ്ടോ റോഷിപാൽ? സ്മൃതി, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും. അത് ആരാണെന്നുള്ള സൂചന പോലും നൽകാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി പാലക്കാട്ട് മത്സരിപ്പിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രവുമല്ല, പാർട്ടിക്ക് പുറത്തുകൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നുണ്ടാക്കിയ ആ വിവാദങ്ങൾ മറികടക്കാനുള്ള മാർഗം മികച്ച ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക എന്നത് തന്നെയാണ്. വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ തന്നെ പല കോണുകളിലും ഉയരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ റിനി ഇറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ. എനിക്ക് തോന്നുന്നു റിനിയെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. റിനി കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റിനി ആണോ ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റിനി പറയട്ടെ, VD സതീശന്റെ അടുത്ത ആളല്ല റിനി ഇപ്പം പെൺകുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ റിനിയെ പോലുള്ള പെൺകുട്ടികളൊക്കെ വന്ന് നിൽക്കട്ടെ കോൺഗ്രസിന് വേണ്ടി. കാരണം ആ ഒരു പെണ്ണിന്റെ ഒരു വാക്ക് കേട്ടിട്ടാണല്ലോ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുകയും ചെയ്ത് രാഹുൽ കുറ്റക്കാരനാണെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റിനി വരട്ടെ. അപ്പോൾ റിനിയെ പിടിച്ച് നിർത്തും. നിങ്ങൾ റിനിയെ പിടിച്ച് നിർത്തിയിട്ട്
കോൺഗ്രസിന് അവിടെ ഭരണം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. റിനി നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഞാൻ പ്രേക്ഷകരോട് അങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ നമ്മുടെ റിനി ചേച്ചി ഇലക്ഷന് നിൽക്കുന്നത് രാഹുലിന് പകരമായിട്ട്? കാരണം ഇത്രയെല്ലാം കോലാഹലങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ച് ചേച്ചിയല്ലേ. അപ്പോൾ ചേച്ചി വന്നിട്ട് കംപ്ലീറ്റ് എടുത്ത് ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഉള്ള മീഡിയയിലൊക്കെ ഇത് കൊടുക്കുന്നത്? ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെ ഉദ്ദേശിക്കുന്ന നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയുന്നതാണ്, ഒരു സ്ത്രീ വരുവാണെങ്കിൽ അത് റിനി ജോർജ് തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് ഈ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ള ഒരു മത്സരം അതാകുമ്പോൾ കാണാനൊരു ത്രില്ല്. അതിനപ്പുറത്തേക്ക് ഈ തവണ പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിന് അവസരം നൽകണമെന്ന ആവശ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം പരിഗണിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത്. ഈ തവണ നമുക്കറിയാം, കോൺഗ്രസ് എടുത്ത തീരുമാനം ജനുവരി അവസാനത്തോടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. സിറ്റിംഗ് സീറ്റിൽ ആദ്യഘട്ടത്തിൽ തന്നെ, ആദ്യ ആഴ്ചയിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. അങ്ങനെയെങ്കിൽ ആദ്യം ഇറങ്ങുന്ന സ്ഥാനാർത്ഥികളുടെ രൂപപ്പെടുന്ന സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഇടം പിടിക്കുന്നതിൽ പാലക്കാട് സ്ഥാനാർത്ഥി ഉണ്ടാകും. പക്ഷേ അത് സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് നേതൃത്വം പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ പുതുമുഖമായിരിക്കാം, അല്ലെങ്കിൽ സാംസ്കാരിക സിനിമാ മേഖലയിലെ പൊതുസ്വീകാര്യതയുള്ള ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവായിരിക്കാം. എന്തായാലും ഒരു മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട് എത്തുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ലൈംഗിക ആരോപണങ്ങൾ, കേസുകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ എല്ലാം മറികടക്കാൻ കഴിയുള്ള ഒരു നേതാവിനെ പാലക്കാട്ടിറക്കി മണ്ഡലം നിലനിർത്തുക എന്നൊരു തീരുമാനം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തവണ അവസരം നൽകേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തത്. ഇനി അവസരം നൽകിയാൽ അത് കൂടുതൽ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരാനും പൂർണ്ണമായും പാർട്ടി പ്രതിസന്ധിയിലാകാനും വഴിയൊരുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ശരി, പാലക്കാട് കൈവിടാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കിയതിലെ MLA ആക്കിയതിലൊരു തെറ്റുതിരുത്തൽ നീക്കമുണ്ടാകും. അതാരായിരിക്കും സർപ്രൈസ് സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ളതാണ് അറിയേണ്ടത്. ആരായിരിക്കും ആ സ്ഥാനാർത്ഥി? ആരായിരിക്കും പണി കിട്ടാൻ പോകുന്നത്? ആരായിരിക്കും? ആര് നിന്നാലും 8 നില പൊട്ടിപ്പോകുന്നത് ഞാൻ പറയത്തുള്ളൂ. ഞാൻ അതുപോലെ തന്നെ കുറച്ച് കമന്റ്സിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. രാഹുൽ പാർട്ടി പുറത്താക്കിയിട്ടും അയ്യോ ഓടി ഇങ്ങനെ പോവാണല്ലോ, എനിക്ക് നോക്കട്ടെ. ഞാൻ ഓരോ കമന്റ്സ് നിങ്ങൾക്ക് വായിച്ചു തരാവേ. രാഹുൽ പാർട്ടി പുറത്താക്കിയിട്ട് പിന്നെന്താ, ഇനി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കും, അപ്പോൾ കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോ കമന്റ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലേ, ഈ ഒരു കമന്റ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. എല്ലാം രാഹുലിന് കട്ട സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. രാഹുൽ മതി, അവർക്കൊക്കെ രാഹുൽ മതി, രാഹുൽ മതി, രാഹുൽ മതി, രാഹുൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണ് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണോ റിനിയെ പോലുള്ളവർ പറയുകയും ചെയ്തു. പിന്നെ ഒരുപാട് പെണ്ണുങ്ങൾ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. 3 മാസം മുമ്പ് ചർച്ച ചെയ്ത ഒരു കഥയല്ല ഇപ്പം ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴത്തെ പെണ്ണിന് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അവർ ഡിവോഴ്സ് ആവാൻ നിൽക്കുകയാണ്. ചിലവർ പറയുന്നത് നല്ലെന്ന് പറയുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പരസ്പര സമ്മതത്തോടാണ് രണ്ടുപേരും ഒരു കാര്യം ചെയ്ത് കൂട്ടിയത്. നമ്മൾ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ പെണ്ണിന്റെ ഹസ്ബൻഡിന്റെ മാനസികാവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവരെ വഞ്ചിച്ചിട്ടല്ലേ അവൾ ഇപ്പം ഇവന്റെ കൂടെ ഈ ഒരു തോന്നിയ മാസത്തിന് പോയത്? അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. മീഡിയക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, കാരണം അവർക്ക് അത് ചർച്ച ചെയ്താൽ അവരുടെ കോണ്ടന്റിന് ഒരു ക്ഷാമം ഉണ്ടാവും. അതാണ്, നമ്മളും യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്ക് അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാം. കാരണം ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിസ്റ്റ് പോകും, ഇത് വെച്ച് തന്നെ അനക്കിക്കൊണ്ടാൽ ഇരിക്കാമെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇനിയെങ്കിലും ഇവിടുത്തെ ജനങ്ങളെ നിങ്ങളിതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മണ്ടറായിക്കൊണ്ടിരിക്കും. സത്യം പറയാലും മലയാളികളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അപ്പം കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന കുറച്ച് സ്വഭാവങ്ങളാണ്. ഈ കിറ്റ് കിട്ടിയാൽ മാറിപ്പോവാന്ന് പറയത്തില്ല ചില ആൾക്കാർ, അതേ ഇത്. അതെ ഞാൻ പറയുന്നുള്ളൂ, അതൊക്കെ നിങ്ങൾക്ക് ദോഷത്തിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ. രാഹുലിന്റെ വിഷയത്തിൽ രാഹുൽ എൻ്റെ അറിവിൽ ഒരുപാട് ഒരുപാട് കാര്യത്തിൽ പുള്ളി നിരപരാധിയാണ്, ഒരുപാട് കാര്യത്തിലാണ്. പിന്നെ 2-3 തെറ്റുകളും കാര്യങ്ങളൊക്കെ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പെണ്ണിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ആരും വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. 3 മാസം മുമ്പ് കേട്ടൊരു കഥയല്ല ഞാനിപ്പോൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത്, വേറെ കാര്യം. പിന്നെ ആവശ്യമില്ലാത്ത 2-3 പെണ്ണുങ്ങൾ അത് തെളിവ് സഹിതം അയാൾ കാണിക്കുകയും ചെയ്തു. മനഃപൂർവ്വം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അൻവർ കുട്ടൻ പാർട്ടിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അൻവറോ ആണോ നീ അടുത്ത സ്ഥാനാർത്ഥി? പോല എല്ലാവരും പറയുന്നുണ്ട്. അത് കോഴിക്കോടാണ് അദ്ദേഹം നിൽക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ന്യൂസ് ഞാനിന്ന് വെച്ചുതരാം. UDF-ലെ അസോസിയേറ്റ് അംഗ പ്രഖ്യാപനത്തിന് പിന്നാലെ PV അൻവറിനെ സ്വാഗതം ചെയ്ത് കോഴിക്കോട്ട് ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡുകൾ. അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവാഹ സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അൻവർ നേരത്തെ തന്നെ പ്രദേശത്ത് സജീവമായിരുന്നു. ബേപ്പൂരിൽ നിന്ന് AK അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. PV അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ UDF ചരിത്രപരമായ തീരുമാനമെടുത്തിരിക്കുന്നു. PV അൻവർ ഉൾക്കൊള്ളുന്ന തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ അസോസിയേറ്റ് മെമ്പറാക്കി മാറ്റിയിരിക്കുന്നു. ഭൂതകാലത്തിനെ കുറിച്ച് സംസാരിക്കാനെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു പാർട്ടിയെ വിശ്വസിച്ച് നിന്നൊരു വ്യക്തിയാണ്. ആ പാർട്ടിയിൽ നിന്ന് മാറുമ്പോൾ ഓക്കെ, കോൺഗ്രസിനോട് കുറച്ച് ആത്മാർത്ഥത കാണിക്കുമായിരിക്കും. അത് കാണിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയോടല്ല കാണിക്കുന്നത്, ജനങ്ങളോടാണ് കാണിക്കുന്നത്. പറയാൻ മനസ്സിലായി. ഞാനും ആ ഒരു പാർട്ടിയിൽ ഉള്ള ഒരാളാണ്, മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്. പാർട്ടിയുടെ എന്ത് തെറ്റ് കണ്ടാലും ഞാൻ അത് എതിർത്ത് തന്നെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ ആർക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാ.
ഞാൻ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്ത് സംസാരിക്കും. നല്ലത് നല്ലതെന്ന് പറയും, മോശം മോശം എന്ന് പറയും. അപ്പോൾ ഇപ്പം DYFIക്കാർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, മോശം ചെയ്താൽ മോശം എന്ന് പറയും. അതെൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതുപോലെയാണ് RSSൻ്റെ ആണെങ്കിൽ പോലും. പിന്നെ ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ സത്യം മൂടി വെച്ചിരിക്കുന്നത്, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ സ്പോട്ടിൽ പറയാം. അങ്ങനെ ഈ എന്ന് വെച്ചാൽ ഈ പിള്ളേർ കാണിക്കുന്ന തോന്നിവാസത്തിന് കൂട്ടി നിൽക്കുന്ന ചില പാർട്ടിക്കാരുണ്ട്. അതിപ്പോൾ ഏത് പാർട്ടിയിലാണെങ്കിലും അങ്ങനെയുള്ളവന്മാർ ഒരിക്കലും നേതാവല്ല. അങ്ങനെയുള്ളവരെ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരു ഇലക്ഷൻ നിൽക്കുവാണെങ്കിൽ എൻ്റെ പരമാവധി അവൻ്റെയൊക്കെ വോട്ട് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ അതുപോലെ. കാരണം അവനൊന്നും ജയിച്ചിട്ട് കാര്യമില്ല, കാരണം സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്താണെങ്കിലും ചില ആൾക്കാർ, അത് നമ്മുടെ നാട്ടിലുള്ള ഒരു വിഷയത്തിലാണ്, ഞാൻ പാവമെന്ന് വിചാരിച്ചത് എതിർ പാർട്ടിക്കാരനാണ്. അവൻ തന്നെ ഒരു വിഷയം അവൻ്റെ മുന്നിൽ കണ്ടിട്ട് പോലും അവനവൻ്റെ പാർട്ടിക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ടായാലും പോലും അവനങ്ങ് വളച്ചൊഴിച്ചു. ഞാൻ വിളിച്ച സമയത്ത് അവൻ വളച്ചൊഴിച്ചു. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ആവരുത് എൻ്റെ പൊന്നെ അങ്കൂട്ടാ. നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. PV അൻവർ തന്നെ പറയുന്നത് ഭൂതകാലത്തെക്കുറിച്ച് ഇനി സംസാരിക്കാനില്ല, ഭാവിയിലേക്കാണ് നോട്ടം. PV അൻവറിന്റെ ഭാവി ഈ ബേപ്പൂരിലാണോ? ഞാൻ നിൽക്കുന്ന ഈ ബേപ്പൂരിലാണെങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഈ ബോർഡുകളാണ് ഇവിടെ കാണുന്നത്. ബേപ്പൂരിന്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നലെയും മെനഞ്ഞാന്നുമായി തന്നെ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അതായത് UDF തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ PV അൻവർ UDFന്റെ ഭാഗമാവുമെന്നുള്ള ഉറപ്പ് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ ബേപ്പൂരിന്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. PV അൻവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, മന്ത്രി മുഹമ്മദ് റിയാസ് എവിടെ മത്സരിക്കുമോ. അപ്പം നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ നിൽക്കുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കുറെ ആൾക്കാർ അപ്പോഴത്തേക്ക് ഈ പറയുന്ന പാലക്കാടാണ് എന്നുള്ള രീതിയിലെ കുറേ ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളും കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലുമല്ല. അവിടെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ റിനി ചേച്ചിക്ക് VD സതീശന് ഒരു സീറ്റ് കൊടുക്കട്ടെ എന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയെങ്കിലും റിനി, സത്യം പറഞ്ഞാൽ റിനിക്ക് ഞാൻ തരുന്ന ഒരു പ്രൊമോഷനാണ്, ഒരു ബൂസ്റ്റാണ് സത്യം പറഞ്ഞാൽ. റിനി എന്നോട് കടപ്പെട്ടിരിക്കണം കേട്ടോ. എൻ്റെ റിനിയുടെ കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഒരു കോണ്ടന്റ് ആക്കാൻ വരുന്നത് അതെടുത്ത്. റിനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, റിനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഞാനതങ്ങ് പിൻ ചെയ്തങ്ങ് വെച്ചേക്കാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, ബൈ ബൈ, ലവ് യു.